ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓണം സീരീസിന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അച്ചാറാണ്. നമ്മളപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റംബൂട്ടാൻ അച്ചാറാണ്. അപ്പോൾ നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഈ ഒരു റംബൂട്ടാൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം 1/2 കിലോ അളവിൽ റംബൂട്ടാനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ റംബൂട്ടാൻ എടുക്കുന്ന സമയത്ത് അധികം പഴുത്ത് ജ്യൂസി ആകാത്ത തരത്തിലുള്ള റംബൂട്ടാൻ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് റംബൂട്ടാൻ എടുത്തതിന് ശേഷം പുറത്തായിട്ട് ചെറുതായിട്ട് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഈസി ആയിട്ടൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ അധികം പഴുത്ത് ജ്യൂസി ആവാത്ത തരത്തിലുള്ള റംബൂട്ടാൻ വേണം ഒന്ന് എടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മുടെ അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഞാൻ 15 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നീളത്തിനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് കാന്താരി മുളകാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏകദേശം 15ഓളം വെള്ള കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കാന്താരി മുളകും ഒന്ന് വാടി വരുന്നവരേക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. കാന്താരി മുളകൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പം ഞാൻ 2.5 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് എടുത്തിട്ടുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ 2.5 സ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1.5 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം നല്ല ചൂട് വെള്ളം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. വെള്ളം തിളച്ച് കുറച്ചൊന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ 1/4 കപ്പ് അളവിൽ വിനാഗിരി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. വിനാഗിരിയൊക്കെ ചേർത്ത് വെള്ളം വീണ്ടും ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും ഉലുവയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ തോട് കളഞ്ഞ് വെച്ചിട്ടുള്ള റംബൂട്ടാനൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. റംബൂട്ടാൻ നമ്മൾ ചേർത്തതിന് ശേഷം ഒരുപാട് സമയം പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റംബൂട്ടാൻ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. നമുക്ക് ഈ ഒരു ഷേപ്പിൽ റംബൂട്ടാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്താൽ മതിയാവും. ആ ഒരു സമയം കൊണ്ട് തന്നെ റംബൂട്ടാനിൽ മസാലയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പിടിച്ച് വന്നോളും. അതുപോലെ തന്നെ 2-3 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഏകദേശം 3 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരല്പം കൂടെ ഒന്ന് കുറുകി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.